ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതെ, 3 ലക്ഷം. അമ്മ മാല തന്നാൽ തരൂലേ? തരും. ഇതിനു മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ, നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഛേ, ആരെങ്കിലും നാടകത്തിൽ അഭിനയിക്കോ? എനിക്ക് ഈ നാടകം കേട്ടാലേ ഛർദി വരും, അല്ലടാ? ആ, ഞാൻ ഇന്നലെ 3 പ്രാവശ്യം ഛർദ്ദിച്ചു. ഇന്നലെ 3 പ്രാവശ്യം നാടകം ഒന്ന് കേട്ടു. പൊക്കോ. സാറേ, നമ്മുടെ ഈ കേരളം ഈ രീതിയിലേക്ക് മാറിയതിന്റെ പിന്നിൽ നാടകത്തിനും നാടകക്കാർക്കും വലിയ സ്വാധീനമുണ്ട് സാർ. ഞാൻ കേട്ടിട്ടുണ്ട്. പട്ടവാക്കി. പട്ടബാക്കിയല്ല, പാട്ടബാക്കി. സാറന്മാർ കാസർഗോഡ് മാണിയാട്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അവിടെ ഒരു നാടക മത്സരം നടക്കുന്നുണ്ട് നവംബർ 14 മുതൽ 23 വരെ. അതും നാടകാചാര്യൻ NN പിള്ളയുടെ പേരിൽ. കാണാൻ ആരും ഉണ്ടാവില്ല അല്ലേ? സംഘാടകരുണ്ടായാലായി. ഒരു ദിവസം അങ്ങോട്ടേക്ക് വന്നു നോക്ക്, അന്ന് തീരും നാടകത്തോടുള്ള നിന്റെയൊക്കെ പുച്ഛം. ഇനി നാടകം എന്ന് കേൾക്കുമ്പം ഛർദിക്കാൻ വരുന്നു നീ എവിടെയെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ കേട്ടാ ഒന്ന് കളയും. സാറേ, ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ട് സാറേ. അതെ, നമ്മളും പുള്ളിക്കുടലിൽ ഉള്ളിലിരിക്കും പുള്ളിക്കുയിലേ പാടൂ, പുള്ളിക്കുയിലേ പാടൂ.